നമ്മുടെ സംസ്ഥാനം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഒരു പക്ഷേ ഇത് നമ്മുടെ അവസാനത്തെ വോട്ടായിരിക്കാം. കാരണം ഇനിയും ഫാസിസമാണ് ഈ രാജ്യത്തെ പിടിമുറുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഒരു പൗരന് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ ആധുനിക ഇന്ത്യയുടെ പോക്ക്. എല്ലാവിധത്തിലുള്ള സമാധാനവും പടച്ച തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് ദുആയോടുകൂടി ഇന്ന് വോട്ട് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മുടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവർ, നമ്മുടെ ഭരണാധികാരികളാവാൻ തയ്യാറായി നിൽക്കുന്നവർ, അവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരികളിൽ പ്രമുഖൻ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്തുത്യർഹമായ ജനങ്ങളുടെ പൾസറിന്, ജനങ്ങളുടെ മനസ്സ് തൊട്ടറിന് അവരോട് കരുണ കാണിക്കാനും ആ രാജ്യത്ത് നല്ല ഭരണം കാഴ്ചവെക്കാനും ഖലീഫ ഉമറിന് സാധിച്ചത് എങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം, നമുക്ക് പഠിക്കാം. വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദുആയുണ്ട്. ആ ദുആയി നമുക്ക് പഠിക്കാവുന്നതാണ്. ഇന്ന് പരിപാവനമായ ശവ്വാൽ മാസത്തിൻ്റെ 3ാമത്തെ വെള്ളിയാഴ്ച ദിനമാണല്ലോ. വെള്ളിയാഴ്ച നമ്മൾ ജുമുഅ നഷ്ടപ്പെടുത്തരുത്. ജുമുഅ നഷ്ടപ്പെടുത്താൻ നമുക്ക് എങ്ങനെ വോട്ട് ചെയ്യാം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഈ വീഡിയോ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ. പടച്ച തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, കരുണാഭാരതിയായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ശരീരത്തിന് എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും തരട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരട്ടെ, മാറ്റിത്തരട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു തആല സഫലീകരിച്ച് തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ എല്ലാവർക്കും പടച്ച തമ്പുരാൻ സ്വർഗം പ്രദാനിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് അതിശ്രേഷ്ഠമായ ശവ്വാൽ മാസത്തിൻ്റെ 3ാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്. ഇന്ന് വോട്ടെടുപ്പാണ്, ഇന്ന് വോട്ടാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് ഇന്നാണ്, വെള്ളിയാഴ്ചയാണ്. 543 ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന വളരെ നിർണായകമായ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രയാസ പ്രതിസന്ധികൾക്കൊരു പരിഹാരം ഒരുപക്ഷെ കണ്ടേക്കാവുന്ന ഒരു തിരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇന്ന്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരുപക്ഷെ നിങ്ങളൊക്കെ വോട്ട് ചെയ്തതിന് ശേഷമാവാം, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ നാളെ ആയിരിക്കും ഒരുപക്ഷെ വീഡിയോ കാണുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഉണർത്താനുള്ളത്. ഇന്ന് നമ്മൾ രേഖപ്പെടുത്തുന്ന വോട്ട്, ആ വോട്ടിൻ്റെ റിസൾട്ട് വരുന്നത് ജൂൺ മാസം, ഇതിപ്പോൾ ഏപ്രിലാണ്, ഇനി മെയ് കഴിഞ്ഞ് ജൂൺ മാസം 4-ാം തീയതിയാണ് ഇതിൻ്റെ ഫലം പ്രഖ്യാപിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അനുയോജ്യമാകുന്ന, ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കും ഇവിടുത്തെ പാവപ്പെട്ടവർക്കും ദളിതന്മാർക്കും പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്, എല്ലാവർക്കും അനുകൂലമാകുന്ന നല്ലൊരു ഭരണം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ പറയട്ടെ, ഇന്ന് വോട്ടെടുപ്പാണ്. എല്ലാവരും, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ആണുങ്ങളും, എല്ലാ മുസ്ലിമീങ്ങളായ ആളുകളും എന്ത് ചെയ്യരുത്? ജുമാ നഷ്ടപ്പെടുത്തരുത്. അത് പ്രധാനമാണ്. ഇന്ന് രാവിലെ 7 മണി മുതൽ ഇന്ന് വൈകിട്ട് 6 മണി വരെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. ഇത്രയും സമയമുണ്ടായിട്ട് അതിലെ ആ ഉച്ചക്ക് നട്ടുച്ച സമയം, നല്ല വെയിലിൻ്റെ സമയത്തുള്ള ആ ഒരു 20 മിനിറ്റാണ് നമ്മൾ ജുമാക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത്. 20 മിനിറ്റ്. ഇപ്പോൾ പല പള്ളികളിൽ ഇപ്പോൾ ബാങ്ക് വിളിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ, അതായത് 12:35 തന്നെ പല പള്ളികളിലും ജുമാ ഖുതുബ നടക്കുകയാണ്. ചില പള്ളികളിൽ 12:45, ചില പള്ളികളിൽ 1 മണി, ചില പള്ളികളിൽ 1:15, ചില സ്ഥലത്ത് 1:30. അങ്ങനെ പല സ്ഥലത്തും ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന തരത്തിൽ ജുമാകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുക? വോട്ടും ചെയ്യണം, ജുമാ നിസ്കരിക്കണം. അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അല്ലാതെ വോട്ട് മാത്രം ചെയ്ത് ജുമാ നഷ്ടപ്പെടുത്തി അങ്ങനെയല്ല. അപ്പോൾ കൊറോണയുടെ കാലത്ത് ഞങ്ങൾ ജുമാ നിസ്കരിക്കാമായിരുന്നല്ലോ. കൊറോണയുടെ കാലത്ത് അത് വല്ലാത്തൊരു ഹാലാണ്. അതിൻ്റെ വിശദീകരണം നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അതും ഇതും നമ്മൾ താരതമ്യം ചെയ്യരുത്. ഇത് നമുക്ക് വോട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ പല ആളുകളും വോട്ട് ചെയ്തതിന് ശേഷമാവാം.
ജുമുഅക്ക് മുമ്പ് വോട്ട് ചെയ്തതിന് ശേഷമാവാം. ഇനി നമുക്ക് ജുമുഅക്ക് പോകാൻ എത്രയോ സമയമുണ്ട്, എത്രയോ സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇന്നത്തെ ജുമുഅ നഷ്ടപ്പെടുത്തരുത്. ജുമുഅ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളുടെ ഹജ്ജാണ്. അപ്പോൾ ഇന്ന് ഹജ്ജിൻ്റെ ദിവസമാണ്, പെരുന്നാളിൻ്റെ ദിവസമാണ്. ആ പെരുന്നാളിൻ്റെ ഹജ്ജിൻ്റെ ദിവസമായ ഇന്നത്തെ പ്രധാനപ്പെട്ട അവലാകുന്ന ജുമുഅ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ദുആ ചെയ്യണം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിനമല്ലേ, ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ആ ഇജാബത്ത് കിട്ടുന്ന സമയമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ ദുആരക്കുക, നല്ല രൂപത്തിൽ ദുആരക്കുക. പടച്ചോനെ, ഞങ്ങളുടെ രാജ്യത്തിന് നീ എല്ലാവിധ സമാധാനവും തരണം, അക്രമകാരികളായ ഫാസിസ്റ്റുകളായ നാസിസ്റ്റുകളായ ആളുകളെ നീ പരാജയപ്പെടുത്തണമേ. നമ്മൾ ആത്മാർത്ഥമായി ദുആരക്കണം. അതായത് വോട്ടുകൾ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ ജുമുഅ നിസ്കരിക്കുന്നു. അതായിരിക്കണം നമ്മുടെ ഈമാൻ. ഒരുപക്ഷെ മുസ്ലിമീങ്ങളുടെ കുറച്ച് വോട്ട് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചങ്ങാനമായിരിക്കാം, എൻ്റെ ഒരു അനുമാനമാണ്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. എന്താണ്, കാക്കാമാരുടെ 10 വോട്ട് കുറയെങ്കിൽ കുറയട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം ചിലപ്പോൾ എന്താകുമെന്ന് ഈ വെള്ളിയാഴ്ചയ്ക്ക് വെച്ചത്. ഈ ഒരു പ്രതിസന്ധി നമ്മൾ മറികടന്നിട്ട് ഇന്നത്തെ ജുമുഅ നഷ്ടപ്പെടുത്തരുത്. അതോടൊപ്പം തന്നെ നമ്മൾ വോട്ടും ചെയ്യണം, അല്ലേ? ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയത്ത് സ്വഹാബിമാരെല്ലാം ഇങ്ങനെ പ്രയാസപ്പെട്ട് കിടങ്ങു കുഴിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സുജൂദിൽ കിടന്ന് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു ദുആരക, അല്ലാഹുവേ ഞങ്ങൾ നീ സമാധാനത്തിലാക്കണം, രക്ഷപ്പെടുത്തണമെന്ന് നബിതങ്ങൾ ഇങ്ങനെ ദുആരക്കുകയാ. അല്ലെ, ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ തലേ ദിവസം നബിതങ്ങൾ എത്രയാ ദുആ ചെയ്തത്, അല്ലെ? മൂസാ നബി ദുആ ചെയ്തു, ഇബ്രാഹിം നബി ദുആ ചെയ്തു, ആദം നബി ദുആ ചെയ്തു, യാക്കൂബ് നബി ദുആ ചെയ്തു, അയ്യൂബ് നബി ദുആ ആയിരുന്നു. ഇവരൊക്കെ ദുആ ചെയ്തവരാണ്. അപ്പോൾ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഇന്നത്തെ ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള ഈ ഒരു പോരാട്ടം എത്രയോ 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 നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങളാണ്, എത്രയോ സങ്കടപ്പെടുത്തിയ വാർത്തകളാണ് നമുക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കേൾക്കേണ്ടി വന്നത്. ഇനി അതിനൊരു അറുതി ഉണ്ടാവണം. അറുതി ഉണ്ടാവാൻ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ടാവണം നമ്മൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരുപക്ഷെ കേട്ടിട്ട് പോകുന്ന ആളുകളുണ്ടാകും വോട്ട് ചെയ്യാൻ. അങ്ങനെയുള്ള ആളുകളോട് പറയട്ടെ, വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ലതുപോലെ ദുആ ചെയ്തിട്ട് വേണം വീട്ടിൽ ഇറങ്ങാം. അല്ലാഹുവേ, ഞാൻ ചെയ്യുന്ന ഈ ഒരു വോട്ട് നീ പാഴാക്കി കളയരുത്, നീ പാഴാക്കരുത്. ഇതൊരു ഇബാദത്താണ്. ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ജുമുഅ നിസ്കരിക്കുന്നു, നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതുന്നു, സദഖ കൊടുക്കുന്നു, നിസ്കരിക്കുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്നൊരു ഇബാദത്താണ് എന്ത്, ഈ ദിവസം നമ്മൾ ചെയ്യുന്ന വോട്ട് എന്നുള്ളത്. തിന്മക്കെതിരെ രാജ്യത്തിന് മുന്നോട്ട് പോവാൻ പറ്റാത്ത തരത്തിൽ തിന്മകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. തിന്മയുടെ ആളുകളാണ് ഇന്ന് ഭരണം കൈയാളിയിട്ടുള്ളത്. ആ ആളുകളെ പരാജയപ്പെടുത്താനുള്ള ഒരു വലിയ ധർമ്മസമരത്തിലാണ് ഇന്ന് ഓരോ ആളുകളും അവർ ചെയ്യുന്ന വോട്ടിലൂടെ നേടിയെടുക്കുന്നത്. വലിയൊരു ധർമ്മസമരമാണ്. അതുകൊണ്ട് പോകുന്ന ആളുകളൊക്കെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ മറന്നു പോകരുത്. വോട്ട് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യണം. നമ്മളിപ്പോൾ വോട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുത്തുന്ന ചിഹ്നത്തിൻ്റെ നേരെ തന്നെയാണോ അതിൻ്റെ ലൈറ്റ് സംവിധാനം കത്തുന്നത്, തെളിയുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വോട്ട് അത് പാഴായി ചില ആളുകൾ ഉസ്താദേ ഞങ്ങളൊന്നും വോട്ട് ചെയ്യുന്നില്ല, ഞങ്ങളൊക്കെ ഒരു പാർട്ടിയിലും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ആർക്കും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കരുത്. നമ്മളങ്ങനെ ആരും മണ്ടത്തരം കാണിക്കരുത്. നമ്മൾ ചെയ്യുന്നത് പാഴായി പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, ഈ പ്രാവശ്യം ഞാൻ വോട്ട് ചെയ്താൽ ആര് ജയിക്കും? ചിലപ്പോൾ ജയം തോൽവിയൊക്കെ അള്ളാൻ്റെ അടുക്കലാണ്. അതിപ്പോൾ മാറി തിരിഞ്ഞൊക്കെ വരും. മനസ്സിൽ കരുതുക, ഞാൻ വോട്ട് ചെയ്യുന്നത് ഇയാൾ ജയിച്ചാൽ നമ്മുടെ നാടിന് ഗുണമുണ്ട്, നമ്മുടെ രാജ്യത്തിന് ഗുണമുണ്ട്, രാജ്യം രക്ഷപ്പെടും, ഫാസിസ്റ്റുകളിൽ നിന്നും രക്ഷപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അയാൾക്ക് തന്നെയായിരിക്കണം ആ ഒരു ജിഹാദ് നമ്മൾ സമർപ്പിക്കേണ്ടത്. അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള ശർറ് ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. പിന്നെ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളല്ലേ, പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പോകുമ്പോൾ കുടുംബമായിട്ടാണ് പോകുന്നതെങ്കിൽ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. വീടൊക്കെ നല്ല അടച്ച് ഉറപ്പിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ പോകാൻ. ഒരു അല്പസമയമാണ് നമ്മൾ മാറി നിൽക്കുന്നതെങ്കിലും ആ ഒരു അല്പസമയം മതി പല കള്ളന്മാർക്കും കൊള്ളക്കാർക്കും നമ്മുടെ വീട് മോഷണം നടത്താനും വീട്ടിലെ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ചെറിയ സമയം മതി. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന ദിക്ർ മറന്നു പോകാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ജയം തോൽവിയൊക്കെ ഇപ്പോൾ സാധാരണമാണല്ലോ. ഇന്നിപ്പോൾ വോട്ട് കഴിഞ്ഞതിന് ശേഷം കുറേ ആളുകൾ മദ്യം കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോശത്തരം പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഇന്ന് നമ്മൾ കണ്ടല്ലോ ആ കൊട്ടിക്കലാശത്തിൻ്റെ അന്ന് നമ്മുടെ കേരളത്തിൻ്റെ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ അടിപിടി ഉണ്ടായി, കേസുകളുണ്ടായി. എന്ത് ഗുണമാണതിൽ? നമുക്ക് എന്ത് ഗുണമാണ്?
അതുകൊണ്ട് ഒരു ഗുണവുമില്ലാത്ത ആ പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. നമ്മൾ ഇന്നത്തെ വോട്ട് നമ്മൾ ആരും പാഴാക്കുകയും ചെയ്യരുത്. ചിലപ്പോൾ നമ്മുടെ മക്കൾ വേറെ സ്ഥലത്തായിരിക്കും, മരുമക്കളായിരിക്കും. അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ, അവരെ കൊണ്ട് കഴിയുമെങ്കിൽ അവരോടൊക്കെ വന്ന് വോട്ട് ചെയ്തിട്ട് പോവാൻ പ്രത്യേകം പറയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മാതൃകയാണല്ലോ എന്ത്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം. നബി തങ്ങളുടെ മാതൃകയാണ് ഉമർ തങ്ങളുടെ ആ ഭരണത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? ഇസ്ലാമിന്റെ സുവർണകാലം മാത്രമല്ല, അന്ന് ആരൊക്കെ അവിടെ ജീവിച്ചിരുന്നോ അതിൽ ക്രൈസ്തവരായ ആളുകളുണ്ട്, ജൂതന്മാരായ ആളുകൾ, മജൂസിയായ ആളുകൾ, അതുപോലെ തന്നെ മതമുള്ളവർ, മതമില്ലാത്ത എത്രയോ ആളുകൾ, എല്ലാവരുടെയും സുവർണ കാലഘട്ടമായിരുന്നു. ജനങ്ങൾക്ക്, മദീനയിലും അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള ജനങ്ങൾക്ക് നീതിയും സമാധാനവും സ്വസ്ഥതയും ദാരിദ്ര്യമില്ലായ്മയും ഒക്കെ ഉണ്ടായ ഒരു ഭരണമായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി പറഞ്ഞത് എന്ത്, ഞാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് ആ ഉമറിൻ്റെ ഭരണമാണ്. ഉമറിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്ത് കൊണ്ടുവരണം എന്നൊന്നുമല്ല. കുറച്ച് പൊട്ടന്മാർ പറയുമ്പോൾ ഗാന്ധിജി പറയുന്നത് ഇവിടെ ഇസ്ലാമിക ശരീഅത്ത് കൊണ്ടുവരാനാ, അതുകൊണ്ട് നമ്മൾ ഗാന്ധിജി പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിക്ക് നമ്മൾ അനുകൂലമാവാൻ പാടില്ലെന്ന് കുറച്ച് തലയിൽ ചാണകം മാത്രമുള്ള ചില ആളുകൾ പറയുന്നുണ്ട്. അതിലൊന്നും വീണു പോകാൻ പാടില്ല. ഗാന്ധി അന്ന് ഉദ്ദേശിച്ചത് അത് കൃത്യമായ ഭരണം, നീതിയുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയില്ല, അതുപോലെ ദാരിദ്ര്യമില്ലാത്ത, അതുപോലെ കഷ്ടപ്പാടില്ലാത്ത ഒരു ഭരണമായിരിക്കണം. ഉമറിൻ്റെ ഭരണം അങ്ങനെയായിരുന്നു. ആ ഒരു ഭരണമാണ് ഇവിടെ വരേണ്ടത് എന്നാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത്. ഇവിടെ ലോകത്താദ്യമായി നമ്മളെടുത്ത് പരിശോധിച്ചാൽ ലോകത്താദ്യമായി പെൻഷൻ സംവിധാനം ഉണ്ടാക്കിയത് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. റേഷൻ സംവിധാനം, അതുപോലെ തന്നെ ജില്ലകളാക്കി തിരിച്ചു, സംസ്ഥാനമാക്കി തിരിച്ചു, ശമ്പളം കൊടുക്കാൻ തുടങ്ങി, ജഡ്ജിമാരെ വെക്കാൻ തുടങ്ങി, ഗവർണർമാരെ നിശ്ചയിക്കാൻ തുടങ്ങി, റോഡ് സംവിധാനം തുടങ്ങി, അതുപോലെ കലണ്ടർ സംവിധാനം തുടങ്ങിയ ഒരുപാട് രാജ്യത്തിനും അതുപോലെ തന്നെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്കുമൊക്കെ ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ ബിൻ ഖത്താബ്. ഖലീഫ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഒരു പരിപാടിയുണ്ട്, നമ്മളൊക്കെ പണ്ട് മുതലേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഖലീഫ ഉമർ രാത്രി കാലങ്ങളിൽ ആ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു, തങ്ങളുടെ പ്രജകളുടെ ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് അറിയാൻ. അങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്നും ഒരു കുട്ടിയുടെ അമിതമായ കരച്ചിൽ ഇങ്ങനെ കേൾക്കുകയാ. കുട്ടിയുടെ ഇന്നത്തെ ഭരണാധികാരികൾ അവരൊന്ന് ആ ഖലീഫ ഉമറിൻ്റെ ചരിത്രം വെറുതെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ അവർക്ക് എന്നേ നന്നാകാൻ പറ്റുമായിരുന്നു, അല്ലേ? എന്നേ നന്നാകാൻ പറ്റുമായിരുന്നു. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചരിത്രം. അതായത് പറയുന്നു, ഒരു വീടിൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഖലീഫ ഉമർ അവിടെ നിന്നു. ആ കുട്ടിയുടെ കരച്ചിൽ ഇങ്ങനെ അമിതമാവുകയാണ്. പതിയെ ചെന്നു വീടിൻ്റെ വാതിൽ മുട്ടി. നോക്കുമ്പോൾ ഒരു സ്ത്രീ വാതിൽ തുറന്നു. എന്താണെന്ന് ചോദിച്ചു. എന്താണ് ആ കുട്ടി ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് ആ വീട്ടിലുള്ള ആ ഉമ്മ ആ സ്ത്രീ പറയുകയാ, ഞങ്ങളുടെ ഖലീഫ ഉമറാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു നിയമമുണ്ട്, അതായത് ഞങ്ങൾക്ക് ഒരാൾക്ക് റേഷൻ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ മുലകുടി മാറണം, എന്നാൽ മാത്രമാണ് ആ വീട്ടിൽ റേഷൻ കിട്ടുകയുള്ളൂ. അങ്ങനൊരു നിയമമുണ്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള റേഷൻ, എൻ്റെ ഭർത്താവിന് കിട്ടിയിട്ടുള്ള റേഷൻ കഴിഞ്ഞു. ഇനി എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ട് എൻ്റെ മാറിടത്തിൽ പാലില്ല. പാല് കിട്ടാനിട്ടാണ് എൻ്റെ കുട്ടി ഇങ്ങനെ കരയുന്നത് എന്ന് ആ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഖലീഫ ഉമർ ഓടി എന്നാണ്, തൻ്റെ വീട്ടിലേക്ക് ഓടി കരഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. ഖലീഫ ഉമറിനെ പറ്റിയുള്ള ഒരു പരാതിയാണല്ലോ ആ ഒരു സ്ത്രീ പറഞ്ഞത്. വേഗം വീട്ടിലേക്ക് ചെന്ന് ആ വീട്ടിലുള്ള സാധന സാമഗ്രികളെല്ലാം എടുത്ത് ആ വീട്ടിലേക്ക് ഓടിയിട്ട് ആ വീട്ടുകാർക്ക് വെച്ച് വിളമ്പി കൊടുക്കുകയാണ്. പിറ്റേന്ന് തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അതാ ഒരു നിയമം ഇറക്കുകയാ. ഇന്ന് മുതൽ നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ കുട്ടികൾ പിറക്കുന്നുണ്ടോ ആ പിറക്കുന്ന സമയം മുതൽ ആ കുട്ടികൾക്കും അവിടുത്തെ കുടുംബത്തിനും എല്ലാവിധത്തിലുള്ള റേഷൻ സംവിധാനവും കൊടുക്കാൻ ഇതാ ഉത്തരവായിരിക്കുന്നു. ഇങ്ങനെ ജനങ്ങളുടെ പൾസറിഞ്ഞിട്ട് ഭരണം നടത്തുക, അങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്. അതാണല്ലോ ജനാധിപത്യം, അതാണല്ലോ. നമ്മൾ ഈ ലോകത്ത് ഉള്ള രാജ്യങ്ങൾ പല രൂപത്തിലാണ് ഭരിക്കുന്നത്. ചില ആളുകൾ ഏകാധിപത്യ ഭരണമാണ്, രാജഭരണമാണ്, അല്ലേ? അതായത് ജനങ്ങൾക്കൊരു അവകാശവുമില്ല അവരുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാം. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. നമുക്ക് അവകാശമുണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാം ആര് നമ്മെ ഭരിക്കണമെന്ന്. അതാണ് ജനാധിപത്യം. ജനങ്ങളിൽ നിന്നും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഈ ജനാധിപത്യത്തിൽ ഭരിക്കേണ്ടത്. അങ്ങനെയുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക്
ഇറങ്ങിച്ചെന്നിട്ട് അവരുടെ ആ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഭരണം നടത്തുക. അതാണ് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണം. അതായിരുന്നു ഇന്ത്യയുടെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഭരണം. അത് മാറി മറിഞ്ഞു. ഇന്ന് നമ്മൾ എന്ത് കഴിക്കണം അത് ഫാസിസം തീരുമാനിക്കും. നമ്മൾ എന്ത് ധരിക്കണം അതിവിടുത്തെ അക്രമകാരികൾ തീരുമാനിക്കും. നമ്മൾ എന്ത് പറയണം അതിവിടുത്തെ തെമ്മാടികൾ തീരുമാനിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം മാറി. ആ മാറ്റം അത് ഇല്ലാതാവണം. അതിനുള്ള പ്രതിജ്ഞയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ വോട്ടും, നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ വോട്ടും. അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ച് നല്ല രൂപത്തിൽ വേണം വോട്ട് ചെയ്യാൻ. കാരണം നമ്മൾ വോട്ട് ചെയ്യുന്ന അയാൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഗുണമാവണം, നമ്മുടെ സംസ്ഥാനത്തിന് ഗുണമാവണം, നമ്മുടെ നാടിന് ഗുണമാവണം, നമ്മുടെ ഇവിടെ ചുറ്റുപാടും ജീവിക്കുന്ന എല്ലാവർക്കും മതേതരത്വം, സെക്കുലറിസം, അല്ലേ? നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തന്നെ പ്രധാനമായി ഊന്നൽ കൊടുക്കുന്ന സെക്കുലറിസമാണ്. എത്രയോ മതങ്ങൾ, ജാതികൾ, മതങ്ങൾ ഏറ്റവും കൂടുതലുള്ള, ഭാഷകളൊക്കെ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ഇന്ത്യയിലല്ലേ? ആ വൈവിധ്യങ്ങളാൽ നിറഞ്ഞാടിയ ഈ ഇന്ത്യ മഹാരാജ്യം, അല്ലേ? എത്രയോ 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 ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. എത്രയോ സുന്ദരമായ ചരിത്രങ്ങൾ, എത്രയോ ആളുകളുടെ എത്രയോ സ്നേഹമസൃണമായ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഇന്ത്യയുടെ ആ കഴിഞ്ഞുപോയ ഭരണം തിരികെ വരണം. അതിനു വേണ്ടിയുള്ള പ്രതിജ്ഞയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതിനുള്ള വോട്ടായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള സമാധാനവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധത്തിലുള്ള ഖൈറുകളും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനം നൽകട്ടെ, സ്വസ്ഥത നൽകട്ടെ, എല്ലാവിധത്തിലുള്ള ഖൈറും സലാമത്തും നൽകട്ടെ. ഇവിടുത്തെ ഫാസിസ്റ്റുകളെ പറച്ചവൻ അവരുടെ ഭരണം മാറി ഇവിടെ ജനാധിപത്യം ഉയർന്നു വരണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് മാനസികമായി നമ്മൾ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ദുആരക്കണം. അതുപോലെ പ്രത്യേകം ഇസ്തിഗ്ഫാർ പറയണം. ഒരു നാട്ടിലെ ജനങ്ങൾ മോശമാകുമ്പോൾ ആ ജനങ്ങൾക്ക് പരീക്ഷണമായിട്ട് മോശം ഭരണാധികാരികളെ കൊടുക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കുക. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇസ്തിഗ്ഫാർ പറയുക, അസ്തഗ്ഫിറുല്ലാഹ് പറയുക. അതുപോലെ തന്നെ ദുആരക്കുക. റബ്ബന വലംന അൻഫുസന റബ്ബന ആതിന ഫിദ്ദുനിയ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ദുആകളുണ്ട്. അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക, ദുആ ചെയ്യുക. പിന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നമ്മൾ മറന്നു പോവണ്ട. അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള സമാധാനവും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെയൊക്കെ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. നമുക്ക് അല്ലാഹു എല്ലാവിധത്തിലുള്ള വിജയങ്ങളും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.